പൂഞ്ഞാറിലേക്കാണ്. പൂഞ്ഞാറിൽ നിന്ന് സ്മിത ഹരിദാസ് ചേരുന്നു. പൂഞ്ഞാറിന്റെ ചിത്രവും വിശേഷവും ട്രെൻഡും പറഞ്ഞു. നമസ്കാരം. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ മണ്ഡലത്തിലാണ്. പൂഞ്ഞാർ എന്നാൽ പി സി ജോർജ് എന്നാൽ പൂഞ്ഞാർ. ആ വിധത്തിലാണ് മലയാളികൾ എല്ലാവരും പൂഞ്ഞാറിനെ കുറിച്ച് കാണുന്നത്. കഴിഞ്ഞ തവണത്തെ നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ പി സി ജോർജിനെ തോൽപ്പിക്കുന്നു. അപ്പോൾ സിറ്റിംഗ് MLA ആണ് ഇപ്പോൾ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. അദ്ദേഹം തന്നെയാണ് LDF വേണ്ടി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പാണ്. ഒപ്പം തന്നെ ഒരേ പേരുകാരനാണ് സെബാസ്റ്റ്യൻ എന്ന് തന്നെയാണ്. സെബാസ്റ്റ്യൻ MJ അഡ്വക്കേറ്റ് ആണ്. അങ്ങനെ സമാനതകളുണ്ട് UDF LDF സ്ഥാനാർത്ഥികൾക്ക്. UDF-നായി നിൽക്കുന്നത് അദ്ദേഹമാണ്. അപ്പോൾ ആ രീതിയിൽ NDA സ്ഥാനാർത്ഥിയായി BJP-യുടെ സ്ഥാനാർത്ഥിയായി താമര ചിഹ്നത്തിൽ പി സി ജോർജ് മത്സരിക്കുന്നു. അങ്ങനെ വാശിയേറിയ ത്രികോണ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് പൂഞ്ഞാർ. പൂഞ്ഞാറിൽ നിന്നാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ പൂഞ്ഞാർ മണ്ഡലം എങ്ങനെ ചിന്തിക്കും? ന്യൂനപക്ഷ വോട്ടുകൾ വളരെ നിർണായകമാകുന്ന പൂഞ്ഞാർ മണ്ഡലത്തിൽ ആര് വീഴും, ആര് വാഴും? അപ്പൊ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഇത്തവണ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇത്തവണ ആർക്കൊപ്പം നിൽക്കും പൂഞ്ഞാർ എന്നുള്ളതാണ്. എന്താ വികസന പ്രവർത്തനങ്ങൾ അപ്പൊ ഇത്തവണ ചേട്ടാ പൂഞ്ഞാർ മണ്ഡലമാണോ? ചേട്ടൻ ഇവിടെ എന്താ എല്ലാവർക്കും പറയാനൊരു മടി? എനിക്ക് വലിയ താല്പര്യമില്ല. താല്പര്യം വോട്ട് ചെയ്യാൻ പോവാ ചേട്ടാ? ചെയ്യാൻ പോണെന്ന് ആഗ്രഹമുണ്ട്. ചിലപ്പം പോകും. ആര് ജയിച്ചാലും വേണ്ടിയല്ല, നമുക്ക് വലിയ ഗുണമൊന്നുമില്ല. ഏത് മണ്ഡല? MLA-യുടെ വികസന പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെയാണ്? നല്ല വികസനമോ? സംസ്ഥാനത്തോ ഭരണവിരുദ്ധ വികാരം പിന്നെ ഉറപ്പായിട്ടും ഉണ്ട്. പിണറായി വിജയൻ തന്നെ ജയിക്കും. പൂഞ്ഞാർ മണ്ഡലം LDF. കാരണം സിറ്റിംഗ് MLA അല്ല, ഈ നാടിന് വേണ്ടി ചെയ്യുന്നത് നല്ല കാര്യങ്ങളെല്ലാം LDF ചെയ്യുന്നത്. സംസ്ഥാനത്ത് അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല, പിന്നെ ആര് പറയാനാ? തുടരെ പറഞ്ഞു 100%. പിണറായി വിജയൻ ജയിക്കും. അതിന്റെ കാരണം നല്ല നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും എല്ലാം മുഖ്യമന്ത്രി നല്ല രീതിയിൽ തന്നെ എല്ലാം ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ട് തുടർച്ച ഉണ്ടാവും. പൂഞ്ഞാർ നമ്മുടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ. അതെ. അപ്പൊ കൊറേ പേരുണ്ട് ഇവിടെ. നല്ല തിരക്കേറിയ ഒരു സ്റ്റാൻഡാണ്. ചേട്ടാ പൂഞ്ഞാർ മണ്ഡലമാണ് ചേട്ടാ? വേഗം പറയേട്ടാ. ഇവിടെ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ ഒരു MLA സ്ഥാനത്ത് പുള്ളി ചെയ്യാൻ പറ്റുന്ന അത്ര ചെയ്തിട്ടുണ്ട്. പുള്ളി തന്നെ ജയിക്കുകയുള്ളൂ. ശക്തമായ ത്രികോണ മത്സരമാണ് പറയുന്നത്. എന്ത് ശക്തി? പി സി ജോർജിനാണെങ്കിൽ വോട്ട് ചെയ്യും ഇവിടെ. ആ മനുഷ്യൻ നാക്ക് തന്നെ ആ മനുഷ്യൻ തള്ളാക്കി കളഞ്ഞു. നമുക്ക് ഭരണ അത് 100% ഉണ്ടാവും. ഒരു ചേട്ടനും കൂടെ ഒന്ന് ചോദിക്കാം. ചേട്ടാ പൂഞ്ഞാറിലാണോ മണ്ഡലം? ഇവിടെ കുളത്തങ്ങൻ ജയിക്കും. കുളത്തുങ്ങൻ സെബാസ്റ്റ്യൻ കുളത്തുങ്ങൻ. വേറെ ആര് ജയിക്കാൻ? മത്സരം അങ്ങനെ ശക്തമായ മത്സരം എന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസും പി സി ജോർജ് മത്സരിക്കുന്ന 2ാം സ്ഥാനത്തിനാണ്. സെബാസ്റ്റ്യൻ കുളത്തുങ്ങൻ മത്സരിക്കുന്നത് പുള്ളിയുടെ ഭൂരിപക്ഷം എത്രയാണെന്നറിയാൻ വേണ്ടിയാണ്. ഇവരെന്ത് വികസനം പറഞ്ഞാൽ വോട്ട് ചോദിക്കുന്നത്? കോൺഗ്രസിനും BJP-ക്കും എന്താ വികസനം പറയാനുള്ളത്? ശരി, വേറൊരു ചേട്ടനും കൂടെ. ചേട്ടാ പൂഞ്ഞാറാണോ മണ്ഡലം? ആര് ജയിക്കും ചേട്ടാ? കുളത്തുങ്കൽ തന്നെ ജയിക്കും. അതിന്റെ കാരണം എന്താ? കാരണം ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 3 കോടി രൂപയുടെ വികസന പ്രവർത്തനം ഈ പേരിൽ ചെയ്തിട്ടുണ്ട്. അത് പെൻഷൻ അത് സർക്കാരിന്റെ ഗുണമാണ്. ഇപ്പം 8,000 രൂപ 2 പേർക്കായിട്ട് കിട്ടുന്നുണ്ട്. ശരി ചേട്ടാ, ശരി. ഇവിടെ നല്ലൊരു തിരക്കുള്ള പൂഞ്ഞാറിൽ നല്ല തിരക്കുണ്ട്. നല്ല ചൂടേറിയ പ്രചരണങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടോബി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോബി, ശക്തമായ ത്രികോണ മത്സരം എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ ഇത്തവണ ഈ ന്യൂനപക്ഷ വോട്ടുകൾ അത് വളരെ നിർണായകമായ ഒരു സമയം കൂടിയാണ്. തീർച്ചയായിട്ടും ന്യൂനപക്ഷ വോട്ടുകൾ എങ്ങോട്ട് പോകുന്നു എന്നുള്ളത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ്. കാരണം പി സി ജോർജിന്റെ നിലപാടുകൾ വലിയ ചർച്ചയായിട്ടുണ്ട്. അദ്ദേഹം നടത്തുന്ന പ്രസ്താവനകൾ ഇതൊക്കെ വലിയ ചർച്ചയിലേക്ക് പോകുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞ FCRA-യുമായി ബന്ധപ്പെട്ടുള്ള വിവാദം വരെ വലിയ ചർച്ചയായി മാറുന്നുണ്ട്. എന്തായാലും പൂഞ്ഞാറിൽ LDF-ഉം UDF-ഉം തമ്മിൽ ശക്തമായ പോരാട്ടമുണ്ട്. പി സി ജോർജ് എത്ര വോട്ട് പിടിക്കുന്നു എന്നുള്ളതും നിർണായകമായിരിക്കും. പി സി ജോർജ് താമര ചിഹ്നത്തിലാണ്, സ്വതന്ത്രനല്ല. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സാഹചര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കുമ്പോൾ വളരെയധികം നിർണായകമായിട്ടുള്ള സാഹചര്യത്തിലേക്കാണ്. അപ്പോൾ ആ രീതിയിലാണ് പോകുന്നത്. പൂഞ്ഞാർ ന്യൂനപക്ഷ വോട്ടുകൾ വളരെ പ്രധാനമാണ്, നിർണായകമാണ്. FCRA ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയാകുന്ന ഒരു മണ്ഡലം കൂടിയാണ്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ റോഡിന്റെ വികസനം
നേട്ടങ്ങൾ, കോട്ടങ്ങൾ ഇതെല്ലാം പറഞ്ഞാണ് മുന്നണികൾ തമ്മിൽ. അപ്പോൾ ശക്തമായൊരു ത്രികോണ മത്സരം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് നമ്മൾ ഇന്നത്തെ ഈ ലാസ്റ്റ് ലാപ്പിലുള്ള നമ്മൾ കുറേ പേരോട് ചോദിച്ചു. അവരിൽ നിന്നുള്ള പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ പൂഞ്ഞാറിലെ വിശേഷങ്ങളാണ് നമ്മളിപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇനി അധിക സമയമില്ല എന്നുള്ളതാണ്. വളരെ കുറഞ്ഞ മണിക്കൂറുകൾ മാത്രം. നമ്മൾ തെരഞ്ഞെടുപ്പിന്റെ ദിവസം പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ പൂഞ്ഞാറിലെ വോട്ടർമാർ എന്ത് ചിന്തിക്കും, അവർ ആർക്കൊപ്പം നിൽക്കും എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമ്മൾ വോട്ടത്തോണിൽ നാടിന്റെ ഇലക്ഷൻ ഡെസ്ക് ഇനി മറ്റൊരു മണ്ഡലത്തിലേക്ക് കടക്കുകയാണ്. ഐ എം സ്മിത, സൈനിങ് ഓഫ് ഫ്രം പൂഞ്ഞാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.